ക്ലാസിക്കിന്റെ പല നിർവചനങ്ങളുമുള്ള ഒരു പക്ക പടം തന്നെയാണ് ബാലൻ. വാച്ചിങ് സം ഓൾഡ് പീസ് ഇൻ എ ന്യൂ എറ എന്ന് തോന്നി. നൈസ്. കാരണം പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്കിയാൽ യവനിക, അതുപോലെ ഉത്തരം, ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു എലമെന്റ്സ്, ഡിപ്പെൻഡൻസിയുടെ എലമെന്റ് എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു ആസ്പെക്ട്. അതായത് പറഞ്ഞത് ഇതിനകത്ത് പലരും ഇവർക്ക് സഹായ ഹസ്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ അമ്മയും മകനെയും നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചറിയോ, ആരെയാണോ അല്ലെങ്കിൽ അവരെ ചോദിക്കാതെ ആരാണോ ഇവർക്ക് സഹായം ചെയ്യുന്നത്, ആ കൈ ഇവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. ചില സിനിമകളൊക്കെ കാണില്ലേ, അപ്പോൾ അത് നമ്മുടെ കൂടെ ക്യാരി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഞാൻ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ഒരു സിനിമയാണ് ബാലൻ. ഡയറക്ടർ KS രവികുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെ പറ്റി ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി. നമ്മൾ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് പറയരുത്, ചെയ്തത് പറയരുത്. ഈ ഒരു കാര്യം എങ്ങനെ സിനിമയിൽ വർക്കൗട്ട് ആവും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻ ദ ബോയ് എന്ന സിനിമ കണ്ടപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളി ആണ് അത് ഈ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ചിദംബരം എന്ന ഡയറക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിയൻസിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാതെ അവർക്ക് ആ ഒരു ഓഡിയൻസിന് അതിനൊരു ബ്രില്യൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി എടുക്കാനുള്ള അവരുടെ ആ ഒരു ബ്രില്യൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നി. അത് അങ്ങനെ ചിന്തിച്ചിരുന്നു. വളരെ ശരിയാണ്. എനിക്ക് ഒരു ആഡ് ഓൺ പോലെ തോന്നുന്നു വെച്ചാൽ, ഈ സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്ന ഒരു കാര്യം വെച്ചാൽ, പഴയ ഒരു പടമുണ്ട് ഇങ്ങനത്തെ ഒരു പേരിൽ, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഈ പടം അതിനെ എവിടെയൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ പടത്തിനോട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പല കാര്യങ്ങളും എവിടെയോ നമ്മൾ കണ്ട് മറന്നുപോയിട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളാവാം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരിടത്തും തന്നെ എനിക്ക് ആ ഒരു ഓഡിയൻസിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയെ കാണുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ അദ്ദേഹം ആ ഇൻ്റലിജൻസ് ഓഫ് ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിക്കുന്ന ഒരു എലമെൻറ്റ് ഭയങ്കര കിടിലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ഇൻഡിവിജ്വലി എടുത്താൽ, ഇപ്പോൾ ഈ സിനിമ എന്തുകൊണ്ട് ഞാൻ കാണണം എന്ന് ആലോചിക്കുമ്പോൾ ഇതിനകത്തൊരു സ്റ്റാർ വാല്യൂ എന്നുള്ള ആക്ടറിനെക്കാളും അവിടെ വരുന്ന വേറെ പെർഫോമൻസസിൻ്റെ ആസ്പെക്റ്റും ഒപ്പം അതിൻ്റെ റൈറ്റിംഗ് സ്ക്രിപ്റ്റിൻ്റെ ആസ്പെക്റ്റുമാണ്. എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു സ്ലോ ബേൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ ഒരു റൈറ്റിംഗ് ഇപ്പോൾ ജിത്തു മാധവൻ വളരെ ബ്യൂട്ടിഫുള്ളി ആണ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടപ്പോൾ വാച്ചിങ് സം ഓൾഡ് പീസ് ഇൻ എ ന്യൂ എറ എന്ന് തോന്നി. കാരണം പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്കിയാൽ യവനിക, അതുപോലെ ഉത്തരം, ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു എലമെന്റ്സ് വളരെ ഇതിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഉത്തരം എടുത്ത് നോക്കിയാൽ തന്നെ ആ ഒരു ക്ലൈമാക്സ് സീന് നമുക്ക് പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു ക്ലൈമാക്സ് ഒരിക്കലും. അതേപോലെ ഒരു വണ്ടർ ആയിരുന്നു എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പറഞ്ഞ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ്, ഒരു അമ്മയും മകനുമാണ്. പക്ഷേ ഇപ്പം ആ പെർഫോമൻസ് എടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്ന ആ കുട്ടിയായിട്ട് അഭിനയിച്ച ആദിശേഷൻ, അമ്മയാണെങ്കിൽ പാവൽത്തിങ്കൽ, അതുപോലെ അതിനുശേഷം ഒരു ചെറിയൊരു ജമ്പ് വരുന്നുണ്ട്. അടുത്ത ഒരു ഇതേ ബാലൻ്റെ ആ ക്യാരക്ടർ ചെയ്യുന്ന മുഹമ്മദ് സിനാൻ എന്നുള്ള പുള്ളിക്കാരൻ. അപ്പം ഈ 3 പേരിലൂടെയും ഈ കഥ കൊണ്ടുപോകുന്നത് അവരുടെ പെർഫോമൻസ് എനിക്കത് ഒരു രക്ഷയില്ല, അത് പറയാൻ പറ്റാത്തത്രയ്ക്കും എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും അറിയാതെ പോലും ആ കാസ്റ്റിങ്ങിൻ്റെ എലമെൻറ്റ് ഞാൻ ഒന്ന് വിട്ടുപോയെന്ന് വെച്ചാൽ, മറ്റേ ഡോളി ജൂൺ എന്നുള്ളൊരു അമ്മയുടെ ക്യാരക്ടറുണ്ട്. അത് വളരെ എന്താ പറയുക, എന്നെ എൻ്റർടൈൻ ചെയ്യുകയും വളരെ ഡീപ്പായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ ഈ വ്യക്തികൾ അത് ആ സിനിമയിൽ വന്ന് അഭിനയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ല, മേ ബി വലിയ ലേബലുകളോ മറ്റോ മുൻപ് ഇല്ലാത്ത ഇവർക്ക് ഇത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനെ ഒരു പടി മുന്നിലോട്ട് കൊണ്ടുവരുന്ന പോലെ. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ സിനിമകൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവയെല്ലാം ഏകദേശം ഒരു ക്ലാസിക് എന്നുള്ള ലെവലിലോട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ്. അപ്പം ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ചില എലമെൻറ്റുകൾ ഇവിടെ അതിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലാസിക് ആവാൻ ചാൻസ് ഉണ്ടോ ബാലൻ? അപ്പം അതിനകത്ത് താങ്കളിപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ചോദിക്കാം, ഈ പെർഫോമൻസും നേരത്തെ പറഞ്ഞ റൈറ്റിങ്ങിൻ്റെ എലമെൻറ്റും അതിലുപരിയായിട്ട് താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നോ ഈ സിനിമയിൽ? എനിക്ക് തോന്നി ഈ ഒരു സിനിമ കണ്ടപ്പോൾ വളരെ എന്നെ ഹുക്ക് ചെയ്തൊരു കാര്യം ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെയാണ്, ബാലൻ എന്ന് പറയുമ്പോൾ ദ ബോയ് എന്നുള്ളത്. കാരണം ശരിക്കും ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളൊരു ഫാക്ടർ എനിക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വീർപ്പുമുട്ടൽ ഫീൽ ചെയ്തു. കാരണം നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ ശരിക്കും ഇതിൽ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ, കാരണം ഒരു എന്തിൽ നിന്നൊക്കെയോ ഒളിച്ചോടുന്ന ഒരു ഇതാണ്. അവർക്കൊരു ശരിയായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ല,
പലയിടത്തും പല ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം ശരിക്കും ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ കണക്ട് ചെയ്ത് ആലോചിച്ച് വെച്ചാൽ ഒരു ഡിപ്പെൻഡൻസിയുടെ എലമെന്റ് എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് യെസ്. കണക്ട് ആയ ഒരു ആസ്പെക്ട്. അതെ അതായത് ഈ പറഞ്ഞ ഇതിനകത്ത് പലരും ഇവർക്ക് സഹായ ഹസ്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ അപ്പോൾ അതെ. അവിടെ ആ അമ്മയും മകനെയും നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചറിയോ ആരെയാണോ അല്ലെങ്കിൽ അവരെ ചോദിക്കാതെ ആരാണോ ഇവർക്ക് സഹായം ചെയ്യുന്നത് ആ ഉം. കൈ ഇവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ഇതൊരു അഹങ്കാരമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉം. ഒരു അതെ അതെ. ഫസ്റ്റ് റെഫറൻസിൽ എടുക്കാൻ നമുക്ക് തോന്നും. തോന്നുമെങ്കിലും നമുക്ക് പിന്നീട് തോന്നുന്നത് എന്താ ഈ സഹായങ്ങളെല്ലാം തന്നെ കണ്ടീഷണലാണ്. അതെ അത് ഉറപ്പായിട്ടും. വളരെ വ്യക്തമായിട്ട് ഈ അമ്മ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിലൂടെ നാവിഗേറ്റ് ചെയ്യുന്ന അതായത് ഇതാ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളപ്പോഴും സിസ്റ്റത്തിൻ്റെ പല ലൂപ്പ് ഹോൾസിലൂടെ ഇവർ ഓടിപ്പൊക്കോണ്ടിരിക്കുകയാണ്. അതെ അങ്ങനെ പോകുന്ന ഒരു യാത്രയാണ് ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ. ഉറപ്പായിട്ടും. അതെ ആ യാത്ര എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ആ ഡിപ്പെൻഡൻസിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു രീതി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള ഒരു എലമെൻറ്റോട് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും താങ്കൾ വിലയിരുത്തുന്നത് ആ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ആസ്പെക്ട്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫ്രീഡം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഫ്രീഡം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കാണുന്ന ഫ്രീഡം അല്ലായിരിക്കും വേറൊരാൾ ഉദ്ദേശിക്കുന്ന ഫ്രീഡം. ഇപ്പോൾ ഈവൻ ഞാൻ ആ ഒരു ഇതിൽ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തുകൊണ്ട് ചിലപ്പോൾ പലരും ചിന്തിച്ചിരിക്കാം അവർക്ക് എന്തുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ചാൻസ് ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ അവിടെ തന്നെ അത് നിന്നുകൂടാന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായും. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അവർക്ക് അതല്ലായിരുന്നു വേണ്ടത്. ഉം. അവരുടെ വേ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് അവിടെ വേണം എന്ന് അവരത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ലൊക്കേഷൻസ് ഇപ്പോൾ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ യാത്രകളാണ് അവർ മാറിക്കൊണ്ടിരിക്കുക. അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. സ്വന്തമായിട്ടുള്ളൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരുവാനായിട്ട് അതുപോലെ ഒരു ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട്. എവിടെയോ എനിക്ക് തോന്നിയൊരു കാഴ്ച എന്നറിയോ എഴുത്തിലോട്ട് ഞാൻ വരികയാണ്. അപ്പം എഴുത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഇതിനകത്ത് സ്റ്റാർ കാസ്റ്റുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പടത്തിനെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ കഥ തന്നെയാണ്. റൈറ്റ്. ഉറപ്പായിട്ടും അപ്പം ആ കഥ എടുക്കുമ്പോൾ പോലും അവിടെ പല കാര്യങ്ങൾ അതായത് ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. അതായത് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് ഇടുന്ന പോലെ. അപ്പം നമ്മൾ തന്നെ കാണുമ്പം ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് പേര് മാറുന്നു. കുട്ടി ഒരു പോയിന്റിൽ അതിന് പറയുന്നുണ്ട് ഇവിടുത്തെ കഥ എന്താ എന്നുള്ള അർത്ഥത്തിൽ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. റൈറ്റ്. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ അറിയോ എവിടെയൊക്കെയോ എന്നിട്ടും ആ ഒരു ഫയർ ആ അമ്മയിൽ കാണാൻ പറ്റും. അതായത് ആ ഒരു ക്യാരക്ടർ ആർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ശരിക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് നമുക്കത് ഭയങ്കര ട്രൂലി ഇൻസ്പയർ കാരണം ഒരു സ്ട്രഗിളാണ്. ഇപ്പം ഞാൻ അറിയാതെ ചിന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ പറയുന്നുണ്ട് ഒരു കുടുംബം എന്നുള്ളൊരു ഒരു 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 നമ്മളെ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വേണോ എന്നുള്ള പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുന്ന വെച്ചാൽ എന്താ ഒരു അമ്മയും മകനും സ്ട്രഗിൾ ചെയ്യുക. അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ്ലി ആലോചിച്ച് വെച്ചാൽ ഒരു അടിമയും ഒരു രാക്ഷസനും എന്നുള്ള ആ രീതിയിലുള്ള ഒരു കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും ആവാൻ എൻ്റെ മകനെ വിടില്ല എന്നൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുമ്പം ആ ഒരു മദർലി ഇൻസ്റ്റിങ്ക്റ്റിൽ അത് എത്രത്തോളം മറ്റു കാര്യങ്ങളെ ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് എഗൻസ്റ്റ് സിസ്റ്റം / ബാക്കി ഒപ്പോസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു എന്നുവെച്ചാൽ അഗെയിൻ അതിന് വളരെ എളുപ്പത്തിൽ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അവർക്ക്. അത് വേണ്ട എന്ന് വെച്ചിട്ട് സ്വയമേ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ആ യാത്ര അത് ആ വിഷൻ ആ കഥയിൽ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ഒരു വിഷൻ എന്നുള്ള സാധനം അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ പറയുകയാണ് അതിനൊരു സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളത് അല്പം കൂടെ ഒരു സ്ട്രഗിൾ ആണല്ലോ. കാരണം ഒരു വിഷ്വൽ മോഡിലോട്ട് മാറുമ്പോഴത്തേക്കും കഥ പറയുന്നതിനേക്കാളും ക്യാൻവാസിലോട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ അത് ഭയങ്കര കിട്ടും. കാരണം നേരത്തെ ഇപ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇദ്ദേഹം തന്നെ എന്താണ് ജാനേമാൻ ചെയ്തിട്ടുണ്ട്, മഞ്ഞുവൽ ബോയ്സ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബന്ധങ്ങളുടെ പല മാനങ്ങൾ പുള്ളി ഒന്ന് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലി അങ്ങനെ നമുക്കും കണക്ട് ആവുന്ന രീതിയിൽ അത് കൊണ്ടുവരുവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ എഗെയിൻ പറഞ്ഞു വരുമ്പോൾ ഒരു അമ്മയും മകനും സ്റ്റോറിയാണ് പണ്ട് നമ്മൾ കേട്ടുള്ളതാണ്. പക്ഷേ അതിന് ഇപ്പോഴും അതിനൊരു പുതുമയോടെ തന്നെ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ എഗെയിൻ അതൊരു വിഷ്വൽ ലാംഗ്വേജ് അല്ലെങ്കിൽ വിഷ്വലായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറിൻ്റെ പങ്ക് പറയാതിരിക്കാൻ വയ്യ. പറയേണ്ടതാണ്. എനിക്ക് ശരിക്കും തോന്നിയത് അതിൽ ഒരു ഫ്രെയിംസിൻ്റെ ഒരു ബ്യൂട്ടി അല്ല ശരിക്കും നമ്മൾ കാണുന്നത്. ആ ഒരു ഇമോഷനെ വളരെയധികം ഇമോഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഓരോ ഫ്രെയിമിലും അതിൻ്റെ ഒരു ഇമോഷൻ ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് പോലും അതായത് ഒരു സ്ഥലത്തിൻ്റെ ബോർഡ് പോലും കാണിക്കാതെ നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ടെറൈൻ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇവൻ ആ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ആ ഒരു അമ്മയുടെ ആ ഒരു വീടാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ആ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഷൈജു ഖാലിദ് കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോൺലിനെസ്സിനെ കൂടുതലും ഫ്രെയിമിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പല സീനിലും എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു.
ആ ഫ്രെയിമുകൾ താങ്കൾ പറഞ്ഞ പോലെ ക്ലിയർലി കമ്മ്യൂണിക്കേഷനാണ് അവിടുത്തെ എലമെൻറ്റ്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ സട്ടിലായിരുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ചു ഇപ്പോൾ കോസ്റ്റ്യൂം എടുത്താലും കാരണം ഓരോ യാത്രകളാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ ക്യാരക്ടറുകളാണ്. അപ്പോൾ ആ ക്യാരക്ടറുകൾ എന്താ പറയുക മറ്റേ വേഷം മാറുന്ന ആ വേഗത ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ആ വേഷം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ആ വേഷം മാറുന്നത് പോലും നമുക്കൊരു ക്ലിയറായിട്ടൊരു പാറ്റേൺ മനസ്സിലാക്കി തരുവാണ്. ഇവരുടെ ജീവിതം ഇങ്ങനെയാണ്. വേഷം എന്നുള്ളൊരു കഥാപാത്രം ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഓരോ യാത്രകൾ എടുക്കുമ്പോഴും അവരുടെ ഡ്രസ്സിങ് മാറുന്നത് ഇതിൻ്റെ ഒരു ആഡ് ഓൺ എലമെൻറ്റ് പോലെയായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ ആണെങ്കിലും സ്വപ്ന റാവുത്തർ അല്ലേ, അദ്ദേഹം ഇതാണ് ഈ ക്യാരക്ടറിനെ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്ത ആ വ്യക്തി പ്രത്യേകിച്ച് പേരെടുത്ത് അർഹിക്കുന്നതാണ് അവിടെ ഒരു കാരണം ഒരു ഡയറക്ടർ എന്താണോ ഒരു വിഷൻ കൊടുക്കുമല്ലോ, ഡയറക്ടറിന്റെ വിഷൻ ഇങ്ങനെ ആയിരിക്കണം ആ ഒരു ഇതിൽ പോകേണ്ടതെന്ന് പറയുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ്യൂം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല ടെറൈനിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ആ ഒരു കൾച്ചറിനനുസരിച്ചായിരിക്കും അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ ഇതിലും പോകുന്നത്, അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് മേ ബി ആർട്ട് വർക്കും ആ പ്രൊഫഷണൽ ഡിസൈനറും. അപ്പോൾ അവിടെ എക്സംപ്ലറി ആയിട്ടുള്ള അജയ് ചാലിശ്ശേരിയും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇന്ദുലാലും ഉണ്ട്. ഇവർ രണ്ടുപേരും ചെയ്തേക്കുന്ന വർക്ക് എക്സംപ്ലറി. കാരണം ഇപ്പം നമ്മളതിനെ ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഭിത്തിയിലുള്ള ചില ചിത്രകലകൾ അത് തന്നെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആദ്യം തന്നെ നമ്മളെ ഹുക്ക് ചെയ്തു ആ ഒരു കാര്യം, അത് പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്തെടുത്തു, നമ്മളെ ആ ഒരു സിനിമയിലേക്ക് ഇന്നാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം. പിന്നെ എനിക്ക് തോന്നിയത് ഒരു ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും ഓക്കെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എടുത്ത് പറയുന്നതിൽ കാര്യമില്ല. അവിടെ എവിടെയോ എനിക്ക് തോന്നിയത് വെച്ചാൽ പറഞ്ഞ ഇപ്പം ഞാൻ ഒരാൾ ചോദിച്ചത് എനിക്കിപ്പം ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പിന്നാമ്പറം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം കളർ ഗ്രേഡിങ് മറ്റു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു എഡിറ്ററിൻ്റെ റോൾ എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ആ പടം കണ്ടപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്, എവിടെയെങ്കിലും അനാവശ്യമായിട്ട് കുറച്ച് ട്രിം ചെയ്ത് കളയണമെന്ന് തോന്നിയോ? പറഞ്ഞു ഇല്ല. അതായത് അതിൻ്റെ എഡിറ്ററിൻ്റെ വർക്ക് മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിവേക് ഹർഷനാണ് ഇതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിനും പ്രത്യേകിച്ചൊരു കൺഗ്രാറ്റ്സ് പറയേണ്ടതാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക്, കാരണം ഇതുപോലൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുക, ഒരു ലാഗ് പോലും വരാതെ വേണം നമുക്ക് അത് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എഡിറ്റിംഗ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോള് തന്നെയാണ്. അതും പുള്ളി ഇപ്പോൾ വരുന്ന സാഹചര്യം വെച്ചിട്ട് തമിഴിലെ വളരെ ഫാസ്റ്റ് പേസ്ഡുള്ള പടങ്ങൾ ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കും ഒരു ചെറിയൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്ത് തന്നിരിക്കാം. പക്ഷേ നല്ല രീതിയിൽ അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി അടുത്ത വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മ്യൂസിക്കാണ്. അത് തിയേറ്ററിൽ ശരിക്കും ആ ഒരു ഇത് അവരുടെ ഇത് കാണിക്കില്ല, ഇത് കാണിക്കുമ്പോൾ തന്നെ കയ്യടിയായിരുന്നു ശരിക്കും തിയേറ്ററിൽ. കാരണം സുഷിൻ്റെ ഒരു വലിയൊരു ആരാധകരുണ്ട്, മ്യൂസിക്കിൻ്റെ ഒരു ആരാധകരുണ്ട്. വളരെ ഈ ഒരു സിനിമയ്ക്ക് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് സുഷിൻ അതിൻ്റെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സുഷിനും അൻവർ അലി അവരുടെ ആ ഒരു കോംബോ ഭയങ്കര മാജിക്കലാണ് അവരുടെ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അൻവർ അലിയുടെ ലിറിക്സ്, ഇപ്പോൾ ഇതിൻ്റെ സിനിമയിൽ നമ്മളൊരു പാട്ട് ഉണ്ട്, കണ്ടോ കണ്ടോ താക്കോല് കുഞ്ഞിത്തവളുടെ താക്കോല്. അത് നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സിനിമയുടെ ഒരു പ്യുവർ റിഫ്ലക്ഷൻ ആണ് ഈ പാട്ട് എന്നുള്ളത്. അതൊരു നല്ല ഒബ്സർവേഷനാണ്. എസ്പെഷ്യലി എനിക്കും തോന്നി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സുഹൃത്തിനോട് പറയുന്നുണ്ട് ഇതുപോലെ സുഷിൻ്റെ പാട്ട് കാണത്താൽ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നുണ്ട്. കാരണം അവർ അതൊന്നുകൂടെ ആ ഒരു മേ ബി നമ്മൾ പണ്ട് പറയില്ലേ ലാർജ് സ്ക്രീനിൽ കാണണം എന്ന് പറയുന്നത് പോലെ മേ ബി ഡോൾബി അറ്റ്മോസ്ഫിയർ മറ്റൊരു സൗണ്ട് എന്നുള്ളൊരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുകയും അതിലൊരു ബ്രാൻഡ് നെയിമായിട്ട് മാറാനും സുഷിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചില്ല ആ സുഷ് എന്നുള്ളൊരു ആ ഒരു ലേബലിൽ അത് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ ഒരു മേ ബി ലാർജർ സ്കെയിലിലോട്ടും ഒരു വലിയൊരു എന്താ പറയുക ബ്രാൻഡായിട്ട് മാറുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്ലസ് ഒബ്വിയസ്ലി ഇതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല സിനിമകളും നമ്മളിപ്പോൾ അത് കാണുന്നുണ്ട്. പക്ഷേ ഗിരീഷ് ഷേഡി, ജീൻ പോൾ ലാൽ ജൂനിയർ, അതുപോലെ തന്നെ മറ്റേ ആനന്ദ് എഗർഷി, അത് ഒരു പറ്റം ഡയറക്ടേഴ്സാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു വേറിട്ട രീതിയിൽ കാണുന്നത്, പ്രത്യേകിച്ച് ജീൻ പോൾ ചെയ്തേക്കുന്ന പവിത്രൻ എന്നൊരു കഥാപാത്രം ഒരുപാട് വിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ ഇതിലിങ്ങനെ പറയുണ്ടായി, ഇപ്പോൾ ഡയറക്ടർ ഇങ്ങനെ ഇതിനു വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വെറുക്കുന്ന ഒരു വില്ലനാവാൻ പറ്റുമോ, വില്ലനായ പോലീസ് ആവാൻ പറ്റുമോ, കേരളം മുഴുവൻ വെറുക്കപ്പെടുന്ന ഒരു വില്ലനായ പോലീസ് ആവാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ
നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് തീർച്ചയായിട്ടും. ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ എന്താ പറയുന്നത്, എനിക്ക് ഇതേ ചെയ്യുള്ളൂ, ആ കംഫർട്ട് സോണിൽ നിൽക്കാതെ അദ്ദേഹം അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചത് ഒരു വലിയ, കാരണം എഗെയിൻ നമ്മളൊരു ഓഡിയൻസ് എന്നുള്ളതിൽ നമുക്കൊരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. എനിക്ക് കുറച്ചൊന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയൊരു കഥാപാത്രം ശരിക്കും പവിത്രൻ്റെയാണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഷ്രൂഡായിട്ടുള്ള ഒരു ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണ്. പക്ഷേ അദ്ദേഹം മോറലി കറപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ആലോചിക്കുക, പ്രത്യേകിച്ച് അത് പബ്ലിക് സർവീസിൽ വരുമ്പോൾ അതെ. അത് എത്രത്തോളം ഡേഞ്ചറസ് ആവാം. പ്രത്യേകിച്ച് നേരത്തെ താൻ സൂചിപ്പിച്ച പോലത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ മുകളിൽ, വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മുകളിൽ ഇതൊരു ഭയങ്കര ലൈക്ക് മേ ബി ചർച്ച ചെയ്തിട്ടുണ്ടാവും. ബട്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സെക്കൻഡ് ഫേസിൽ അത് വന്നപ്പോൾ എനിക്കും ഭയങ്കരമായിട്ടൊരു ഫീല് ചെയ്തായിരുന്നു ആ ഒരു കാര്യം. ആ ഒരു പബ്ലിക് സർവീസിൽ ഇരിക്കുന്ന ആള് അത്രയും കറപ്റ്റഡ് ആയിട്ട് വരുമ്പോൾ അത് എത്രമാത്രം ഡേഞ്ചർ ആണെന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ആ ആക്ടറിൻ്റെയും അല്ലെങ്കിൽ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒരു വലിയ ബലം എന്ന് തോന്നി വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് സ്പാനിലേ ഉള്ളൂ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. എന്നിട്ട് പോലും ഇത്ര ഇമ്പാക്റ്റ് നമ്മളത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടേഴ്സിനെ എല്ലാം ഇതിലേക്ക് ഇൻപുട്ട് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി, എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ വളരെയധികം അപ്രീസിയേഷൻ ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിനാണ്. ശരിക്കും, കാരണം നമ്മൾ അതിൻ്റെ ആ നമ്പേഴ്സ് കേൾക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു എത്രത്തോളം എഫേർട്ട് പിറകിലുണ്ടെന്ന് മനസ്സിലായി. എത്രയോ സ്കൂളുകളിൽ പോകുന്നു, എത്ര കുട്ടികളെ അവർ ഓഡിഷൻ ചെയ്തിട്ടാണ് ക്യാരക്ടർ ഹണ്ട് തീർച്ചയായും. അപ്പം അവിടെ ആ ഒരു ചില സമയത്ത് നമ്മൾ മറ്റേ ഒറ്റ ബുദ്ധിയുടെ ഒരു എലമെന്റ് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ഫൈനൽ പ്രോഡക്റ്റിനെ പെർഫെക്റ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് വളരെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പം അവസാനമായിട്ട് താങ്കൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ബാലനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു നമ്മൾ ചില സിനിമകളൊക്കെ കാണില്ലേ, അപ്പോൾ അത് നമ്മുടെ കൂടെ ക്യാരി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഞാൻ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ഒരു സിനിമയാണ് ബാലൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അത് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും അതിനെപ്പറ്റി. പിന്നെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിലാണെങ്കിലും ഒരുപാട് കയ്യടി കിട്ടിയ കുറേ സീനുകളുണ്ടായിരുന്നു. കൈയടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീനുകൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറിനേക്കാളും ഒരു സീറ്റിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലറായിപ്പോയി ശരിക്കും ബാലൻ. ഞാൻ ഇന്നലെ കേട്ട ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം കിരീടത്തിൻ്റെ റീ റിലീസ് 4K വരുന്നുണ്ട് എന്ന് ലാലേട്ടൻ പോസ്റ്റ് ചെയ്ത് കേട്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ ക്ലാസിക്കുകൾ പലതും വേറൊരു കാലത്തിലാണ്, നമുക്കത് പലതും തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നികത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞ പല ചർച്ചകൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും കാണുമ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പറഞ്ഞ ക്ലാസിക്കിൻ്റെ പല നിർവചനങ്ങളുമുള്ള ഒരു പക്ക പടം തന്നെയാണ് ബാലൻ. അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ കണക്കൂട്ടി പോകും. ഇനിയിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ക്ലാസിക് ചിലപ്പോൾ റീമാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, റീ റിലീസ് ചെയ്യുമായിരിക്കും തിയേറ്ററിലൊക്കെ. കറക്റ്റ്. പക്ഷേ നമുക്ക് ഈ ടൈമിൽ അത് കാണാൻ പറ്റുന്നത് നമുക്കൊരു അവസരമാണ്. അത് നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്.